കേരളത്തിലെ ഈ മനുഷ്യരും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൊണ്ട് ജീവിക്കുന്ന തമിഴ്നാട്ടിലെ കൃഷിക്കാരും തമ്മിൽ സ്പർദ്ധയോടെ വൈരാഗ്യത്തോടെ ജീവിക്കണം. ഒരു മനുഷ്യന് കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, ജീവിക്കാൻ ഒരു വാസസ്ഥലം അതവൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ആ സുരക്ഷാ ഭീഷണിക്ക് കീഴിൽ താമസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആ ഭീതിക്ക് ഭരണകർത്താക്കൾ ഉത്തരവാദിത്തം പറയണം. വേണ്ടത് അടിയന്തിരമായിട്ട് പുതിയ ഡാം നിർമ്മിക്കുക, തമിഴ്നാടിന് കൊടുക്കാവുന്നത്ര വെള്ളം കൊടുക്കുക. അത് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന വെള്ളമാണെങ്കിൽ അത്രയും വൈദ്യുതി അല്ലെങ്കിൽ അതിൻ്റെ വില കേരളത്തിന് തരിക. സായിപ്പിങ്ങനെ കുറ്റം ചെയ്തെന്ന് ഞങ്ങളിപ്പം കുറ്റം ചെയ്തെന്ന് ഇനിയിപ്പോ ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട്, ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അവിടുന്ന് വെള്ളം പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്ന് ഇത് എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആള് മേടിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ കറണ്ടും വെള്ളമൊക്കെ? ഇതിപ്പോ അടുത്ത പ്രളയത്തിൽ ഇപ്പൊ ഈ വർഷത്തെ 2 വർഷം പ്രളയം കഴിഞ്ഞു, അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടിക്കണക്കെട്ട് വന്നെങ്കിൽ എന്നാ ചെയ്യും? പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് പണിയാൻ പാടുണ്ടോ? അതിന് മുകളിൽ മുല്ലപ്പെരിയാർ വേറെ പണിത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടല്ല, ഈ എല്ലാ അണക്കെട്ടും പൊളിക്കണം അടിയന്തരമായിട്ട്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ കൃഷിക്കാർ കയറി ഇതെല്ലാം കൊത്തി ഇളക്കി മണ്ണെല്ലാം ഇളക്കി നശിപ്പിക്കണം. പരിസ്ഥിതി മനുഷ്യൻ താമസിക്കാൻ പറ്റില്ല, അതത് കയറി താമസിച്ചു. അടിയന്തരമായിട്ട് ഇറക്കി വിടണം, ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട്, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നു, പക്ഷേ ഇതിനെക്കാട്ടിൽ വലിയ ഭീകരപ്രസ്ഥാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്രയോ അണക്കെട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ പ്രതികരിച്ച അവസരങ്ങളിൽ എന്നോട് ഒത്തിരി പേര് എൻ്റെ ശബ്ദം കേട്ടിട്ട് വന്ന് ചോദിക്കാറുണ്ട്, ചേട്ടനാണോ അങ്ങനെ മാതൃഭൂമി ചാനലിൽ വിളിച്ചിട്ട് ഇടുക്കി അണക്കെട്ട് പൊളിക്കണം എന്ന് പറഞ്ഞത്? അത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ പ്രതികരിച്ചത് എൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കണം എന്നുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും പരിത അവസ്ഥയിൽ ജീവിക്കുന്ന കൃഷിക്കാരന്, ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന മീൻപിടുത്ത അഥവാ മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കൊക്കെ എതിരെ വരുന്ന പ്രചരണങ്ങളിൽ ഒരു പ്രതികരണമെങ്കിലും നടത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്. കേരളത്തിലെ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രശ്നമാണ് മുല്ലപ്പെരിയാർ വിഷയം. അത് മലയോരത്തെ കർഷകൻ്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ടത് തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ അതുപയോഗിച്ച് കുടിവെള്ളം, കൃഷിവെള്ളം ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിനാണ്. ഒരു മനുഷ്യന് കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, ജീവിക്കാൻ ഒരു വാസസ്ഥലം അതവൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. അത് അവൻ്റെ അവകാശമാണ്. അത് തടയണമെന്ന് പറയുന്ന ഒരഭിപ്രായത്തോടും ഞങ്ങൾ കൃഷിക്കാർക്ക് യോജിപ്പില്ല. ഈ രണ്ടാമത്തെ കാര്യം, കേരളത്തിലാണ് ഈ അണക്കെട്ടുള്ളത്, അതിൻ്റെ സുരക്ഷയാണ്. ആ സുരക്ഷാ ഭീഷണിക്ക് കീഴിൽ താമസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആ ഭീതിക്ക് ഭരണകർത്താക്കൾ ഉത്തരവാദിത്തം പറയണം. ഒരു ഭീതിയും ഭീഷണിയുമില്ലാതെ സന്തോഷപൂർവ്വമായിട്ട് കിടന്നുറങ്ങാനുള്ള അവസ്ഥ കേരളത്തിലെ മനുഷ്യർക്കും ഉണ്ടാക്കിത്തരണം. പക്ഷേ തമിഴ്നാട്ടിലെ ഭരണകർത്താക്കൾക്കോ കേരളത്തിലെ ഭരണകർത്താക്കൾക്കോ ഈ കാര്യത്തിൽ യാതൊരു ചിന്തയുമില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഉള്ളിലെ ആഗ്രഹം മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കപ്പെടാതെ കേരളത്തിലെ ഈ മനുഷ്യരും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൊണ്ട് ജീവിക്കുന്ന തമിഴ്നാട്ടിലെ കൃഷിക്കാരും തമ്മിൽ സ്പർദ്ധയോടെ വൈരാഗ്യത്തോടെ ജീവിക്കണം. അപ്പം അവരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടുത്തെ കൃഷിക്കാരുടെ വോട്ട് പിടിക്കാം. ഇതാ മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും വോട്ട് പിടിക്കാം. ഈ വോട്ട് രാഷ്ട്രീയമല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇക്കാര്യത്തിൽ കേട്ടിട്ടില്ല. എല്ലാവരും ഉള്ളിൽ വ്യാജം വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ്. വേണ്ടത് അടിയന്തിരമായിട്ട് പുതിയ ഡാം നിർമ്മിക്കുക, തമിഴ്നാടിന് കൊടുക്കാവുന്നത്ര വെള്ളം കൊടുക്കുക. അത് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന വെള്ളമാണെങ്കിൽ അത്രയും വൈദ്യുതി അല്ലെങ്കിൽ അതിൻ്റെ വില കേരളത്തിന് തരിക. ഇങ്ങനെ ചെയ്തുകൊണ്ട് സുഭിക്ഷമായിട്ടുള്ള വെള്ളം തമിഴ്നാടിനും സുഭിക്ഷമായിട്ടുള്ള വൈദ്യുതി കേരളത്തിനും എടുക്കാനായിട്ട് സാധിക്കും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഉള്ള പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. തേക്കടി റിസർവോയർ ഇതുമാത്രം ഭീകരമായ ഒരു വെള്ളക്കെട്ട് നിലനിർത്തേണ്ട ആവശ്യമില്ല. തമിഴ്നാടിന് വെള്ളം ജലസേചനത്തിന് കുടിക്കാനാണ്.
അത് ഏറ്റവും പെട്ടെന്ന് പുതിയ കനാലുകൾ അല്ലെങ്കിൽ ടണലുകൾ ഉണ്ടാക്കി തമിഴ്നാട്ടിലുള്ള റിസർവോയറുകളിൽ സംഭരിച്ചു വെക്കുക. അതിൽ നിന്ന് ഉണ്ടാകാവുന്ന വൈദ്യുതി കേരളത്തിന് തരിക. അപ്പോൾ രണ്ടു കൂട്ടരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും. ഈ റിസർവോയറിലെ വെള്ളത്തിൻ്റെ അളവ് ഏറ്റവും താഴ്ത്തി നിർത്തുക. അതല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു ദിവസം പുത്തുമലയിൽ ഉണ്ടായതുപോലെ ഒരു അതിവൃഷ്ടി അവിടെ ഉണ്ടായെങ്കിൽ ആരെക്കൊണ്ടും തടയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുകയാണെങ്കിൽ ആരെക്കൊണ്ടും തടയാൻ പറ്റുകയില്ല. ഇത്രയും ഉന്നതത്തിൽ അണക്കെട്ട് നിലനിർത്തുന്നത് തെറ്റാണ് എന്ന ബോധ്യം. അതുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭരണകർത്താക്കൾ ഒന്നിച്ചിരുന്ന് ഒരു രഹസ്യവും കൂടാതെ അവിടുത്തെയും കേരളത്തിലെയും കർഷകരുടെ പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. പക്ഷേ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രത്യാശയുമില്ല. കാരണം ഈ പ്രശ്നം നിലനിന്നെങ്കിൽ മാത്രമേ, ഈ സ്പർദ്ധ പ്രചരിപ്പിച്ച് മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് മലയോര കർഷകരുടെയും തമിഴ്നാട്ടിലെ കർഷകരുടെയും വോട്ട് പിടിക്കാനും അവരെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനും സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളിൽ കുരുങ്ങി ഏതെങ്കിലും തമിഴ്നാട്ടുകാരനെ മോശം പറയാനോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു കളയണമെന്ന് പറയാനോ ഒരു മലയാളിയും തയ്യാറാകരുത്. മലയാളിയുടെ ജീവന് ഭീഷണിയായിട്ട് ഈ അണക്കെട്ട് ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് ഒരു തമിഴ്നാട്ടുകാരനും പറയരുത്. ഇതാണ് കേരളത്തിലെ മലയോരങ്ങളിൽ താമസിക്കുന്ന കൃഷിക്കാരുടെ അഭിപ്രായം.